ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ വളരെ കാത്തിരുന്ന എമ്പുരാൻ ഞാനും പോയി കണ്ടു. ഞാൻ എൻ്റെ ആദ്യമായിട്ടാണ് ഒരു മൂവി റിവ്യൂ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂവി എമ്പുരാനെതിരെ കുറേ അധികം ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട്. പക്ഷേ എന്തിനാണെന്ന് അറിയത്തില്ല. അപ്പോൾ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ, ഞാൻ ഈ മൂവി കണ്ടിട്ട് എനിക്കെന്താണ് തോന്നിയെന്ന് പറയണമെന്ന് തോന്നി. എനിക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടു. ഒരു മൂവി ലവർ എന്ന രീതിയിൽ, ഒരു ഫിലിം ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതിയിൽ ഈ മൂവി വളരെയധികം പ്രശംസ അർഹിക്കുന്ന ഒരു മൂവിയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു മൂവി, ഒരു ഹോളിവുഡ് സ്റ്റൈൽ മൂവി മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. അതിലെ കാണിച്ചിരിക്കുന്ന വിഷ്വൽസ്, ക്യാമറ, അതിൻ്റെ സംവിധാനം, എവറിത്തിങ് ഈസ് ടോപ്പ് നോച്ച് എന്നേ എനിക്ക് പറയാനുള്ളൂ. അത്രയ്ക്ക് നന്നായി, അത്ര ഗംഭീരമായിട്ട് ഈ മൂവി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മോഹൻലാൽ എന്ന ആ ഒരു സ്റ്റാറിൻ്റെ സ്റ്റാർഡം is magnificently portrayed in the movie. പിന്നെ ഒരുപാട് നല്ല നല്ല സീൻസ്, ഗൂസ് ബംസ് തരുന്ന കുറേ കാര്യങ്ങൾ ഈ മൂവി പറഞ്ഞു വെച്ചു. പക്ഷേ ഒരു കാര്യം എനിക്ക് തോന്നിയത്, സ്ക്രിപ്റ്റ് വൈസിൽ എവിടെയൊക്കെയോ കുറേ കണക്ഷൻസ് കിട്ടുന്നില്ല. ഇതൊക്കെ എന്തിനായിരുന്നു? അവിടെയൊക്കെ ആ സീൻസൊക്കെ എന്തിനായിരുന്നു? ഇപ്പോൾ നമ്മുടെ ടൊവിനോ ചെയ്ത ജിതിൻ രാംദാസ്, അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെ കേരളത്തിൽ, പിന്നെ കുറേ ആളുകൾ ഈ ഖുറേഷി എബ്രഹാം എന്നുള്ള മനുഷ്യൻ്റെ ആ ആളിൻ്റെ അവരുടെ അവരെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് വേൾഡ് വൈഡിൽ എന്നുള്ള കാണിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഇവർ തമ്മിൽ വരുമ്പോൾ എവിടെയൊക്കെയോ കുറേ കണക്ഷൻസ് കിട്ടിയില്ല. അതുപോലെ തന്നെ ഇന്ത്യയിലെ വില്ലൻ ആളെന്തിനാണ്, നോർത്ത് ഇന്ത്യയിൽ ആ ഒരു വില്ലൻ ആളെ പെർഫോമൻസ് എല്ലാം നല്ലതായിരുന്നു. അതിലെ കുറേ രംഗങ്ങളൊക്കെ നല്ലതായിരുന്നു. പക്ഷെ അവസാനം വരുമ്പോൾ കുറേ സമയത്തേക്ക് ഈ വില്ലനെ കാണിക്കുന്നത്, അതൊക്കെ എന്തിനാണ് കുറേ കാര്യങ്ങളെന്ന് തോന്നി. അന്ന് വെച്ച് ഈ മൂവി ഈ ഡീഗ്രേഡ് ചെയ്യേണ്ട പോലെ അങ്ങനത്തെ ഒരു ഇതില്ല. നമ്മൾ ഈ മൂവി കൊണ്ട് പൃഥ്വിരാജ് സുകുമാരൻ, ഇതിൻ്റെ കഥ എഴുതിയ മുരളി ഗോപി, ഇവരൊക്കെ ഉദ്ദേശിച്ചത് ആ ഒരു ബിഗ് ക്യാൻവാസ്, ഒരു ഹോളിവുഡ് സ്റ്റൈൽ മൂവി നമ്മുടെ ഈ ചെറിയ മോളിവുഡിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്കും ഇങ്ങനെയുള്ള കാസ്റ്റും ഇത്രയും ഹൈ ക്ലാരിറ്റി വൈസിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു യൂഷ്വൽ മലയാളം സിനിമ, അല്ലെങ്കിൽ ലൂസിഫർ പറഞ്ഞു വെച്ച ആ കേരളത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലല്ല ഇത് പോകുന്നത്. ഖുറേഷി എബ്രഹാം എന്നുള്ള ഒരാളുടെ ആള്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് വേൾഡ് വൈഡിൽ സ്പ്രെഡ് ആയതുകൊണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരന് ഇത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റും? കുറേ ഇപ്പം ഇംഗ്ലീഷ് അറിയാത്തവർ കുറേ കാര്യങ്ങൾ ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. ഓഫ് കോഴ്സ് ഇത് മലയാളം സബ്ടൈറ്റിൽസ് അവിടെ ഉണ്ടാകും. ചിലപ്പോൾ ആ ഒരു ആളുകൾക്ക് ചിലപ്പോൾ ഇത് അത്ര ഇഷ്ടപ്പെടില്ല. പക്ഷേ നമ്മൾ മൂവി എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. മലയാളത്തിൽ എനിക്ക് ഒരു പ്രൗഡ് മൊമെൻ്റായിട്ടാണ് തോന്നിയത്. ഒരു പ്രൗഡ് ഫീലിംഗ് ആണ്. ഈ മൂവി ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റിയല്ലോ. പൃഥ്വിരാജ് സുകുമാരൻ, സല്യൂട്ട് ടു യു. അദ്ദേഹത്തിൻ്റെ ആ ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ, എഫേർട്ട്, അത് കാണാതിരിക്കാൻ പറ്റില്ല. അതുപോലെ ഇതിൻ്റെ ക്യാമറമാൻ, അതുപോലെ എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, കളർ, എവറിത്തിങ് ഇസ് ടോപ്പ് നോച്ച് എന്നാണ് ടോപ്പ് നോച്ച്. പിന്നെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം, ഈ മൂവി മുന്നോട്ട് വെക്കുന്ന ഒരു കോസ് ഉണ്ട്. നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്, റൈറ്റ്? ലൂസിഫറിലാണെങ്കിലും ഈ ഖുറേഷി എബ്രഹാം എന്ന ഗ്യാങ് ഇസ് അഗെയിൻസ്റ്റ് ടു നാർക്കോട്ടിക്സ്. ആ മൂവി വെക്കുന്ന ആശയം അങ്ങനെയാണ്. ഇത് ഞാൻ പറയാൻ കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനു മുന്നേ മാർക്കോ എന്ന മൂവി ഒരുപാട് വയലൻസ് ഉള്ള മൂവിയാണ്. ഒരു വയലൻസ് ബേസ്ഡ് മൂവിയാണ്. ആ മൂവി ഇൻഫ്ലുവൻസായി ഇതുകൊണ്ടാണ് കുറേ യങ് ജനറേഷൻസിൽ ഇപ്പോൾ നാട്ടിൽ കാണുന്ന, നമ്മൾ ന്യൂസിൽ കാണുന്ന കുറേ ക്രൈംസ് ഉണ്ടായതെന്ന് പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ആ മൂവി അല്ലെങ്കിൽ വയലൻസ് ഇൻഫ്ലുവൻസ് ആകുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പറയുന്ന ആശയം എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ എല്ലാ ന്യൂസിലും എല്ലാം കാണുന്നതാണ്. യങ് ജനറേഷൻ
ഇസ് ഇൻ ടു മോർ ഡ്രഗ്സ് എന്നാണ് ഇപ്പോൾ ഉള്ള ഈ ഒരു കാലഘട്ടം. അങ്ങനെ നോക്കുമ്പോൾ ഈ മൂവി വെക്കുന്ന ആശയം എത്രയോ ഈ ഒരു കാലഘട്ടത്തിന് എത്രയോ പ്രസക്തമായിട്ടുള്ള ഒരു നല്ലൊരു ആശയമാണ് ഈ ഒരു മൂവി വെക്കുന്നത്. അത് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. പിന്നെ സൗണ്ട് നമ്മൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞു കണക്ഷൻ കിട്ടിയില്ല. അപ്പോൾ കണക്ഷൻ കിട്ടണമെങ്കിൽ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? അങ്ങനെ നോക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇനി ഞാൻ പോയ തിയേറ്ററിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല, ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയില്ല. ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മ്യൂസിക് ഒരു പക്ഷേ ഞാൻ പോയ തിയേറ്ററിൽ അത്രയും അടിപൊളി തിയേറ്ററൊന്നുമല്ല, മേ ബി അതാകാം, അറിയില്ല. ഇത്രയൊക്കെയാണ്. പക്ഷേ ഇത് ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. യു ഷുഡ് വാച്ച് ദിസ് മൂവി ഇൻ തിയേറ്റർ. അല്ലാണ്ട് ഇത് ഒരു OTT വന്ന് കാണേണ്ടതല്ല. നമ്മൾ ഒരു മൈൻഡ് സെറ്റും ഇല്ലാതെ പോയി കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യാൻ പറ്റിയതാണ്. ഈവൻ കുറേ ഫസ്റ്റ് ഹാഫിലൊക്കെ എവിടെയൊക്കെയോ കുറേ ലാഗുണ്ട്. എങ്കിൽ കൂടിയും അതിൻ്റെ വിഷ്വൽസ് അത്ര അടിപൊളിയായിട്ട് എടുത്തു വെച്ചതുകൊണ്ട് നമ്മൾ ഈവൻ ലാഗാണ്, കണക്ഷൻസ് എവിടെയൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് തീർച്ചയായും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. പലരുടെയും കുറേ റിവ്യൂസ് കണ്ടു, അത്ര ഇല്ല, നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തു. ലൂസിഫർ അതുപോലെ, കാര്യം അത് കൂടുതൽ നമ്മുടെ ഒരു കേരള ബേസ്ഡ് മൂവി നല്ലൊരു രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് ഖുറേഷി എബ്രഹാമിൻ്റെ കഥയാണ്. സ്റ്റീഫൻ എങ്ങനെ ഖുറേഷിയായി ആ ഒരു കഥയാണ് കൂടുതൽ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. ബട്ട് പൃഥ്വിരാജിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ കഥയാണോ അത് പറയുന്നത്, അതോ ഖുറേഷി എബ്രഹാമിൻ്റെ ആണോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് പലയിടത്തും തോന്നി. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഇത് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു മൂവി ലവർ, നമ്മൾ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നവർക്ക് തീർച്ചയായും ഈ മൂവി ഇഷ്ടപ്പെടും. സോ യു ഷുഡ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. താങ്ക് യു.